എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹോട്ട് ക്രോസ് ബണ്ണാണ് ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബണ്ണാണ്. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 300 ഗ്രാം മൈദയാണ് എടുത്തിട്ടുള്ളത്. അതായത് 2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ. ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. ഈ പാൽപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് പാൽ ഉപയോഗിക്കാം കേട്ടോ. കുഴയ്ക്കുന്ന സമയത്ത് പാൽ ഉപയോഗിച്ച് കുഴയ്ക്കുകയാണെങ്കിൽ ഈ പാൽപ്പൊടി നിങ്ങൾക്ക് ഒഴിവാക്കാം. 1 ടീസ്പൂൺ ഗരം മസാല, ഒരു ജാതിക്കയുടെ അല്പം ഗ്രേറ്റ് ചെയ്തത്, ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. വേറൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് 145 മില്ലി ഇളം ചൂടുള്ള വെള്ളം എടുക്കാം. വെള്ളത്തിൻ്റെ ചൂട് ഒട്ടും കൂടിപ്പോരുത്, അങ്ങനെയാണെങ്കിൽ ഈസ്റ്റ് പ്രവർത്തിക്കില്ല. ഇനി ഇതിലേക്ക് ഒരു മുട്ട ബീറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഈ മുട്ടയുടെ അല്പം മാറ്റി വയ്ക്കുന്നുണ്ട്, നമുക്ക് അവസാനം എഗ് വാഷ് കൊടുക്കാനായിട്ട് അത് ഉപയോഗിക്കാം. ഇനി 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇത്ര ചേർത്തിട്ട് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്നവരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ആദ്യം മിക്സ് ചെയ്ത് വെച്ച പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പാച്ചുല ഉപയോഗിച്ച് ആദ്യം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് തേച്ച് കുഴച്ചെടുക്കാം. ഒരു 10 മിനിറ്റോളം ഇങ്ങനെ കുഴച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കുഴച്ച് അല്പം കഴിയുമ്പോഴേക്കും ഇത് കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ളൊരു മാവായിട്ട് മാറും. എങ്കിലും അധികമായിട്ട് പൊടി ചേർക്കാതെ കുഴച്ച് കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക. ഈ സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു സ്ക്രേപ്പർ ഉണ്ടെങ്കിൽ അത് നല്ല യൂസ്ഫുള്ളാണ്, ഇതുപോലെ വടിച്ചെടുത്ത് കുഴയ്ക്കാനായിട്ട്. ഒരു 10 മിനിറ്റ് കഴിയുമ്പം ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇവിടെ 3 ടേബിൾ സ്പൂൺ, അതായത് 45 ഗ്രാം സോഫ്റ്റ് ആയിട്ടുള്ള അൺസാൾട്ടഡ് ബട്ടറാണ് നമ്മൾ ചേർക്കുന്നത്. ഈ ബട്ടർ ചേർത്ത് കഴിയുമ്പോഴേക്കും മാവൊക്കെ പൊട്ടിപ്പോകാനായിട്ട് തുടങ്ങും. പക്ഷേ ഒരല്പസമയം കഴിയുമ്പോഴേക്കും, ഒരു 2 മിനിറ്റൊക്കെ കുഴച്ച് കഴിയുമ്പോഴേക്കും മാവൊക്കെ ഒരുമിച്ചായിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു മാവായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇവിടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പൊങ്ങി വരാനായിട്ട് വയ്ക്കുക. അതിനായിട്ട് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് ഒരല്പം എണ്ണ തടവി കൊടുക്കുക. ഇതിലേക്ക് ഈ മാവ് എടുത്ത് വെച്ചിട്ട് മാവിൻ്റെ എല്ലാ ഭാഗത്തും എണ്ണയാവുന്ന പോലെ ഇതേപോലെ ചുറ്റിച്ചെടുത്തിട്ട് ഇത് മൂടി വയ്ക്കാം. മൂടി വയ്ക്കുമ്പോൾ ഞാൻ ഈ പാത്രത്തിൻ്റെ അടപ്പ് കൊണ്ട് തന്നെയാണ് മൂടുന്നത്. അപ്പോൾ അതിൽ അല്പം എണ്ണ തടവി കൊടുക്കുന്നുണ്ട്, അത് പൊങ്ങി വന്നാൽ അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. അടപ്പില്ലാത്ത പാത്രമാണെങ്കിൽ ഒരു ക്ലിംഗ് റാപ്പോ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള ഒരു തുണി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക. ഇനി ഇത് ഡബിൾ സൈസായി വരുന്നിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് ഇത് പൊങ്ങി വരാനുള്ള സമയത്തിന് വ്യത്യാസം ഉണ്ടാവും. നല്ല തണുപ്പുള്ള സമയമൊക്കെ ആണെങ്കിൽ 2.5 മണിക്കൂറും ചിലപ്പോൾ 3 മണിക്കൂറൊക്കെ വേണ്ടി വരും. മാവ് അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ സമയം നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി ഒന്ന് വെള്ളത്തിൽ കുതിർത്തിയെടുക്കാം. ഇവിടെ 1/2 കപ്പ്, അതായത് 75 ഗ്രാം മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് നേരം കുതിർത്തിയെടുക്കുക. ഡ്രൈ ആയിട്ട് തന്നെയുള്ള മുന്തിരി നമ്മൾ മാവിലേക്ക് ചേർത്താൽ ബ്രെഡ് കുറച്ച് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളത് ഇതുപോലെ കുതിർത്തിയെടുക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇതൊരു അരിപ്പയിലേക്ക് ഊറ്റി ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. എന്നിട്ട് അധികമായിട്ടുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു തുണിയോ ഉപയോഗിച്ച് നന്നായിട്ട് ഒപ്പിയെടുത്ത് മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഇവിടെ മാവ് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് അമർത്തി ഇതിലുള്ള എയറൊക്കെ പുറത്ത് കളഞ്ഞിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി നമ്മൾ ആ കുതിർത്തെടുത്ത മുന്തിരി ഇട്ട് കൊടുക്കുക.
എന്നിട്ട് ആദ്യം ഇതേപോലെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. ആ മുന്തിരി മാവിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. മുന്തിരി പുറത്ത് വരാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഫോൾഡിങ് നമുക്ക് നിർത്താം. ഇനി ഇത് ഒരേ വലിപ്പത്തിലുള്ള 12 പീസസ് ആയിട്ട് മുറിച്ചെടുക്കുക. ഓരോന്നും ഏകദേശം 57 ഗ്രാം വീതം വരുന്ന പീസസ് ആയിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഓരോന്നും ബോളായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അരികിൽ നിന്നൊക്കെ ഉള്ളത് ഇതേപോലെ ഉള്ളിലേക്കാക്കി ഇതേപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് റൗണ്ട് ഷേപ്പിലാക്കി കൊടുത്താൽ നല്ല ഷേപ്പുള്ള ബണ്ണായിട്ട് നമുക്കിത് കിട്ടും. ഇനി ഇത് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് വെക്കാം. ട്രേയിൽ ഞാനൊരു ബേക്കിംഗ് പേപ്പർ വിരിച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. ഇതേപോലെ എല്ലാം ഷേപ്പ് ചെയ്ത ശേഷം ഇത് വീണ്ടും ഒന്നുകൂടി പൊങ്ങി വരാനായിട്ട് മാറ്റി വയ്ക്കണം. 45 മിനിറ്റ് തൊട്ട് 1 മണിക്കൂർ വരെയൊക്കെ മതിയാവും. ഇപ്പോൾ ഇവിടെ ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ബേക്ക് ചെയ്യുമ്പം നല്ലൊരു കളർ കിട്ടാനായിട്ട് ഇതിൽ എഗ് വാഷ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള ആ മുട്ടയിലേക്ക് ഒരല്പം പാൽ ചേർത്തിട്ട് അതിന് മുകളിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇത് ഹോട്ട് ക്രോസ് ബണ്ണാണല്ലോ, അപ്പോൾ ഇതിൽ ക്രോസ് ഇനി കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ എടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഒരു മാവ് പോലെ ആക്കിയെടുക്കുക. ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് ഇതേപോലെ ഓരോ ബണ്ണിൻ്റെ മുകളിലായിട്ട് പൈപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിനെ ക്രോസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. 190 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ 20 തൊട്ട് 25 മിനിറ്റ് വരെയാണ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ബ്രെഡും ബണ്ണൊക്കെ സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ഓവൻ ഇല്ലാത്തവർക്ക് ആ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ നല്ല കളറായിട്ട് ബേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നല്ലൊരു തിളക്കം കിട്ടാനായിട്ട് കുറച്ച് ജാമിൽ ഒരല്പം വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് അത് ഇതിൻ്റെ മുകളിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ. ഇപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ട് ക്രോസ് ബൺ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല രുചിയുള്ള ബണ്ണാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.